ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഇഫ്താർ സ്നാക്കുമായിട്ടാണ്. ഇത് എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു പച്ചമുളകാണ് ഇടുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിലേക്ക് കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തിട്ട് ഒരു ചമ്മന്തി പരുവത്തിലാക്കി എടുക്കണം. ശേഷം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 2 ഓണിയനെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വഴഞ്ഞ് വരുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിൻ്റെയും വെളുത്തിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് വാടുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ശേഷം ഗരം മസാല ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ മസാലയുടെ പച്ചമണക്കെ മാറുന്നത് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ മസാലയും ആ ചമ്മന്തിയും നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലായിട്ടൊന്നും ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പം നമ്മുടെ ചമ്മന്തി പൊളയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ബാറ്റർ നമുക്ക് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ബ്രെഡ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദയും പിന്നെ 1 കപ്പ് പാലും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ അതിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിക്കാതെ പകുതി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ചമ്മന്തിൻ്റെ മസാല ഇട്ട് കൊടുക്കുക. അത്യാവശ്യം എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ബാക്കി വെച്ച ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചമ്മന്തിപ്പൊള റെഡിയാവും. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചമ്മന്തിപ്പൊള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ട കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പുഴുങ്ങിയ മുട്ട ഇത് കുറച്ച് വേകുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഈ റമദാൻ മാസമൊക്കെ ഇഫ്താറിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.